എന്നാ ശരിയാണത്. ചക്കര പൊണ്ണില്ലടാ അവിടെ കിടപ്പുണ്ട്. പപ്പട അണ്ണാൻ കുഞ്ഞേ, പപ്പട ഗീരിക്കുഞ്ഞേ, പപ്പട അണ്ണാൻ കുഞ്ഞേ. എന്താ പാടാ കൊച്ചിന് ആവശ്യമില്ലാത്ത ഇരട്ടപ്പേരൊക്കെ വിളിക്കുന്നത്? എന്നാ ഇരട്ടപ്പേര് വിളിച്ചതല്ല, അച്ഛനത് ഞാനൊരു മൃഗഡോക്ടറാണല്ലോ. എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മൃഗങ്ങളുമായിട്ടാണല്ലോ ഈ താലോലിച്ചോണ്ടിരുന്നത്. എനിക്കെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ഒരുപോലെ തന്നെ. ഇത് കണ്ട അച്ഛൻ കിടക്കുന്നത്, ഇത് കിടക്കുന്നത് കണ്ട അണ്ണാൻ കുഞ്ഞ് കിടക്കുന്നതല്ലേ. അപ്പട അണ്ണാൻ കുഞ്ഞാണോടാ, അപ്പട ഗീരിക്കുഞ്ഞാണോടാ, കൊരങ്ങൻ കുഞ്ഞേന്ന് അപ്പടെ കൊരങ്ങ. ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചട്ടപ്പ് യുവർ മൗത്ത്, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. എന്റെ കൊച്ചിന്റെ മുന്നിൽ വെച്ച് എന്നെ ഒരുമാതിരി താറടിച്ച് സംസാരിക്കരുത്. നാളെ ഇവൻ വിചാരിക്കില്ല എന്റെ അച്ഛൻ വേറെ ഒരു കിഴക്കനാന്ന് വിചാരിച്ചാലോ. പ്രസവിച്ച് 2 ദിവസമായ കൊച്ച്. അച്ഛന്റെ കാര്യം നോക്കി, അച്ഛൻ അതൊക്കെ പറയാം. എത്ര ദിവസം ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നെന്ന് അങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഓരോ മാരണമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. അച്ഛനറിയോ ഞാൻ എന്തോ കഷ്ടപ്പെട്ടാന്നറിയോ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ ഒരു പെങ്കൊച്ചിനെ വെക്കാൻ. ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ പറഞ്ഞല്ലോ. എന്നാ ശുശ്രൂഷ? പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട്. ഓ, പ്രസവ ശുശ്രൂഷയ്ക്ക് ഈ എന്റെ മൂത്ത ചേച്ചി ഓമന ചേച്ചി ഇവിടെ പ്രസവിച്ച് കിടന്നപ്പോഴത്തേക്കും അളിയൻ വണ്ടംവേട്ടി ഒരു ചേച്ചിനെ അവിടെ കൊണ്ട് നിർത്തിയായിരുന്നു. അതേ നീ അങ്ങ് പറഞ്ഞു വിട്ടില്ലേ? എനിക്ക് അവരെയല്ലേ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. നിങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടി പറ്റുമോ? പിന്നെ എന്നാ ചെയ്യൂന്ന് പറ. എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നാണെങ്കിൽ എന്റെ പേഷ്യന്റ് മൊത്തം കിടന്നങ്ങ് വലയുക. ഇന്നലെ തന്നെ ഒരു ആമയ്ക്ക് കണ്ട് പനിയായിട്ട് വന്നിട്ട് അവിടെ ടൈഫോയിഡ് ആണെന്ന് ഒരു സംശയമുണ്ട്. ടൈഫോയിഡ്. എടാ അത് വെള്ളത്തിൽ കളിച്ചിട്ട് കുറയ്ക്കാൻ പറയണം. ആരോട്? ആമയോട്. ജലദോഷം വരായിരിക്കും. എന്റെ അച്ഛനായി പോയതുകൊണ്ട് മാത്രം ഞാൻ അച്ഛനും ഞാൻ മിണ്ടുന്നില്ല. അയ്യോ കൊച്ചു ഇച്ചിരി മുള്ളിയുന്നേ. 2 ദിവസം പ്രായമായ കൊച്ചല്ലോ, അത് ഇച്ചിരി മുള്ളത്തുള്ളൂ. അയ്യോ ഇച്ചിരി മുള്ളിന്നല്ല പറഞ്ഞു. കൊച്ചെന്റെ ദേഹത്തെല്ലാം കൂടെ ഇച്ചിരി മുള്ളിയെന്ന്. എടാ കഴുതേ, ഉണ്ണിമൂത്രം പുണ്യാഹം വന്നാ ചൊല്ലറിയാവോ? പുണ്യാഹോ? ഞാൻ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ കുളി കഴിഞ്ഞ് അച്ഛൻ നേരെ ഇങ്ങോട്ട് പോരും. കളിക്കാൻ പുണ്യാഹം തരാം, ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ ഇച്ചിരി ചന്ദനവും കൂടെ തരാം. ഇതിനകത്ത് പിടിച്ചാൽ കൊച്ചാണെങ്കിൽ എല്ലാം ചെയ്യുമെന്ന് പറയണേ. ഞാൻ ഏജന്റ് രവികുമാർ. ഏതിന്റെ രവികുമാർ? ഏതിന്റെ അല്ല, എല്ലാത്തിന്റെയും ഏജന്റ് രവികുമാർ. അല്ല വന്ന കാര്യം മനസ്സിലായി. അല്ല ഞാൻ ഈ വീടുകളിലൊക്കെ പെണ്ണുങ്ങളെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജന്റാ. വീടിന് പുറത്താ? അതല്ല, പിന്നെ അതല്ല, ഞാൻ വീടുകൾക്ക് ആവശ്യമായ അടുക്കളപ്പണി, മുറ്റടിക്കല്, പാത്രം കഴുകല്, പ്രസവം നീ ഒറ്റയ്ക്ക് ചെയ്യൂ? അയ്യോ ഞാൻ ചെയ്യൂല. അതിനുള്ള വേണ്ടി വന്ന സ്ത്രീകളെ നമ്മൾ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. എന്റെ മോൻ പറഞ്ഞ ആളിനെ കിട്ടിയോ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഭാഗം ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ, കിട്ടാനില്ല. പിന്നെ എന്റെ അറിവില് വലിയ പേരുള്ളൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. എന്തോ പേര്? സുമ. അത് ചെറിയ പേരല്ലേ? അതല്ല, ഇതില് വലിയ പേരെടുത്ത ഒരു അമ്മച്ചി. അവർക്ക് ഭയങ്കര തിരക്കാ. അയ്യോ, പക്ഷെ അവര് മകളെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അയ്യോ, അമ്മ ചെയ്യുന്ന പോലെ മോള് ചെയ്താ പറ്റുമോ? അയ്യോ അതെന്താ പിന്നെ പറ്റില്ല. ഇവിടെ വന്നേ, കേട്ടിട്ടില്ലേ? അമ്മ വേദിയാടി കഴിഞ്ഞാൽ മോള് മതിലിയാടുന്നു. പിന്നെ ഇതിന്റെ അല്ലല്ലേ അമ്മാരി സാധനങ്ങളെല്ലാം നമ്മളെ കൊണ്ട് നടക്കണത്. ഈ കുട്ടികളെ നോക്കാൻ ഇത്രയും പ്രഗത്ഭമായ ഒരു പെണ്ണ് വേറെ ഇല്ല. എന്നിട്ട് എന്തിയേ? വിളിക്കട്ടെ, വാ. അതല്ല, ഞാൻ വിചാരിച്ചേ. അല്ല ഇതാണോ ഏട്ടാ വീട്? ഇത് അല്ലേ വീട്? ഞാൻ വിചാരിച്ചു ഭയങ്കര റിച്ച് ഫാമിലി ആയിരിക്കും. ഇതൊരു കൊച്ചു ഫാമിലിയാ. നീ വീട് വാടകയ്ക്ക് എടുക്കാൻ വന്നാണ് അല്ലെങ്കിൽ കൊച്ചിന് നോക്കാൻ വന്നാണ്? അതല്ല, എനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ പോരെ? അയ്യോ അതല്ലേ, എനിക്ക് എന്റേതായ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷനുകളൊക്കെ ഇവിടെ പറ. അതെ, എത്ര വയസ്സായി? ഇതാണോ നിന്റെ കണ്ടീഷൻ? ഈ ചിങ്ങം കഴിയുമ്പം 61. അയ്യോ സാറിന്റെ വയസ്സല്ല ഞാൻ ചോദിച്ചേ. ഞാൻ നോക്കേണ്ട കുഞ്ഞില്ലേ, അതിന് എത്ര വയസ്സായി? അയ്യോ അത് 2 ദിവസമായുള്ളൂ പ്രസവിച്ചിട്ട്. 2 ദിവസമായുള്ളോ? അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് പാലും 2 മുട്ട, പിന്നെ ചോറും മീൻകറിയും, രാത്രി എനിക്ക് ബിരിയാണി. അത് ശരി. 2 ദിവസമായി കൊച്ചിതൊക്കെ കഴിക്കുമോ? 2 ദിവസമായി കൊച്ചിനെ കഴിക്കാനല്ല, കൊച്ചിന് നോക്കണം. എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അയ്യോ അത് വേണ്ടേ, കൊച്ചിന് നോക്കണ്ടേ? അത് വേണം. ഇത് പിടിച്ചതിനെക്കാട്ടി വലിയ മാളത്തിലിരിക്കുവാന്ന് തോന്നുന്നു. എന്തോന്നിത്? ഡോക്ടറെ സ്പോൺസർ എന്തിന്റെ? കുട്ടിയുടെ. അയ്യോ ഇത് കുട്ടിയുടെ സ്പോൺസർ അല്ല, കുട്ടിയുടെ അച്ഛന്റെ സ്പോൺസർ. ഓൾറെഡി സ്പോൺസർ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സാറേ, വെറ്റിനറി സാറേ, വെറ്റിനറി സാറേ. അല്ല ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. എന്താ ചെയ്യാൻ വിളിച്ചാൽ കുഴപ്പമില്ല. എന്നാ പ്രശ്നം? എല്ലാം വിളിച്ചേ. അയ്യോ കിച്ചുവേട്ടൻ.
ഞാൻ എന്തായി നിങ്ങൾ ഇവരെ നേരത്തെ അറിയൂ? അറിയോന്നോ? 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നിട്ട് പറഞ്ഞാൽ പുറമെ എനിക്ക് കാര്യമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പേ പശുവിനെ കുത്തുവെക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ പട്ടിക്കുഞ്ഞിനെ തരാന്ന് പറഞ്ഞിട്ട് എന്നെ പ്രേമിച്ച് വശത്താക്കിയതാ ഈ ഡോക്ടർ. ഡോക്ടറെ ഒരു ലോജിക്കൂലല്ല. പശുവിനെ കുത്തുവെക്കാൻ ചെന്നിട്ട് പട്ടിക്കുഞ്ഞിനെ കൊടുക്കാന്നല്ല. ആ സമയത്ത് പട്ടിക്കുഞ്ഞല്ല, ഞാൻ ഡിനോസറെ വരെ ഞാൻ എടുത്തു കൊടുത്തന്നെ. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞിട്ടേ വീട് നോക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയ മനുഷ്യനാ. എന്നിട്ട് ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയേക്കുന്നു അയാളുടെ കൊച്ചിനെ നോക്കാൻ. അല്ല ആറ്റിയതാ, അക്ഷരം മാറിപ്പോയി. എന്റെ ദൈവം എന്നെ ചെയ്യുന്നു പറ. എനിക്കറിയാൻ മേലിട്ട് എടി നീ ഒന്നും പതുക്കപ്പെടി. എന്റെ വൈഫാണ് പ്രസവിച്ചെടുത്ത്. ഇവളെങ്ങാനും കേട്ടോ ഇവിടെ ഇല്ലാത്ത പൂലുണ്ടാവോ? ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പോ ഇവരെയൊക്കെ കിട്ടാനായിട്ട് വേറെ വകുപ്പില്ല. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ടൊന്ന് വേഗം ആക്ക. ശരി, ഞാനൊരു കാര്യം പറഞ്ഞു. 10 വർഷം മുമ്പ് ഞാൻ നിന്നെ ഒന്ന് പ്രേമിച്ചെന്നുള്ള എന്തോടാ ഈ 10 വർഷം എന്നൊക്കെ പറഞ്ഞു? 10 വർഷം ആ പട്ടിക്കുഞ്ഞു 10 വർഷം മുമ്പ് ഇവരുടെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അത് അന്ന് പെറ്റില്ല. അത് പെറ്റ കാര്യം പറയും. അച്ഛൻ അകത്തോട്ടെങ്ങനെ ചെല്ലും. പോത്തോട്ട് ഞാൻ തെറ്റിദ്ധരിച്ചു. ഹലോ, അതെ അതെ, ഏജന്റ് രവികുമാറാണ്. അതെ അതെ, മനസ്സിലായി. കൊച്ചിനെ ദത്തെടുക്കുന്ന കാര്യമല്ലേ? ഒക്കെ റെഡിയാക്കാം. എന്റെ കയ്യിലൊരു ബംഗാളി കൊച്ചുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അവളൊന്ന് സംസാരിക്കാം. ഹലോ, എന്തോ ഈ ബംഗാളി കൊച്ചുങ്ങളെയൊക്കെ ദത്തെടുക്കുന്നത്? അല്ല, ഇപ്പൊ ഒരു കണക്കിന് നോക്കിയാ അതാ നല്ലത്. അതാകുമ്പോ ഇവര് മാട് പോലെ പണിയെടുത്ത് കൊണ്ട് എത്തിക്കുകയും ചെയ്യും. പിന്നെ ഈ വൃദ്ധസാനത്തിലാക്കുന്നുള്ള പേടിയും വേണ്ട. സന്തോഷമുണ്ട്. അല്ല, നീ ഇവിടെ നിൽക്കാണോ? നീ അകത്തോട്ട് എന്റെ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടേ. ശരി. എന്നാണ് പറഞ്ഞു? എന്റെ തുണി കഴുകിടാ. നിങ്ങൾ മുടി കഴുകിടാൻ വേണ്ടിട്ടല്ലേ ഞാൻ അവരെ വിളിച്ചത്? എന്റെ കൊച്ചിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടാ. എടാ, വാട നനയുന്ന കൂട്ടത്തിൽ ചീരയും കൂടെ നനയട്ടാ. ഒരു ദിവസം ഞാൻ ഈ ചീര എല്ലാം കൂടെ മൂടോടെ വലിച്ചങ്ങ് മറിച്ചൊക്കെ കളയും ഞാൻ കേട്ടോ. അച്ഛനാ പറിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്തോ പറയാൻ ഈ ചെറുക്കന്റെ കാര്യം. താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം അച്ഛനെ പോലെ വളരണം. അച്ഛനെ പോലെ വളരണൊക്കെ കൊള്ളാം. ആരെങ്കിലും ഇതുപോലെ തേക്കാൻ നിൽക്കരുത്. അയ്യോ, ഞാനൊരു കാര്യം പറയാം. നീ സത്യം പറ. നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണോ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണോ? എടി, നീ ഇവിടെ ഉണ്ടെന്നറിയാം. നമ്മുടെ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് അന്നേരം എന്തൊരു കളിച്ച് ഇരിച്ചു പോയെന്നല്ലേ ഉള്ളു. അതും പറഞ്ഞു എന്റെ പെണ്ണുമ്പിള്ള ഇറങ്ങാന്ന് പറഞ്ഞു ഇവിടെ ഇല്ലാത്ത പുകലുണ്ടാവും. എനിക്ക് അറിയാൻ പറയും. അന്ന് എന്തൊക്കെയാ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നേ? ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാ? എന്റെ ദൈവമേ, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ എന്തോ ചെയ്യാനെന്ന് പറഞ്ഞു. എന്റെ മൂദേവി നീ ഇവിടുന്ന് ഇറങ്ങി പോടി. കണ്ടോ കണ്ടോ, ഇപ്പൊ ഞാൻ മൂദേവിയായി. അന്ന് നിങ്ങൾ എന്നെ എന്തോന്നൊക്കെ വിളിച്ചിരുന്നേ? എന്റെ നടപ്പ് മഞ്ജു വാര്യറിനെ പോലെയാ, എന്റെ കണ്ടു കാവ്യമാധവനെ പോലെയാ. ഇപ്പൊ വിളിക്കുന്ന വിളിയൊക്കെ കേട്ടില്ലേ? അടങ്ങിയിരിക്കും. ഇവിടെ കിടന്ന് ബഹളം വെച്ച് അച്ഛൻ കേട്ടാൽ അവരാണ് പിന്നെ വരുന്നത്. എന്താടാ 10 വർഷമായിട്ട് പിന്നെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു? 10 വർഷം അവര് കാത്തിരുന്നു. പക്ഷെ പട്ടി പറ്റില്ല. അല്ല പിന്നെ എന്നാ ചെയ്യുന്നു? കൊച്ചിനെ എടുത്തോണ്ട് ഇവിടെ വാടാ. അവള് കിന്നരിച്ചോണ്ടിരിക്കും. അവള് ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ ഇഞ്ഞു വന്നേ. നിന്റെ വീട് എവിടാ? ആലുവ. ആലുവയില് ഭർത്താവൊക്കെ ഉണ്ടോ? എന്തുവാ ജോലി? സെൻട്രൽ ജയിലിലാ. അയ്യോടാ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണോ ഈ വീട്ടുവേലയ്ക്ക് നടക്കുന്നത്? അയ്യോ, അതല്ല. പിന്നെ ചേട്ടൻ ജയിലിലാ. ഒരാളെ കൊന്നോണ്ട് അകത്ത് കയറി പോയി കിടക്കാം. എന്തിനാ ജയിലായത്? ഒന്നും പറയണ്ട, അയാള് വലിയ റൗഡിയാ. ഇനി ഇവിടെ എങ്ങാനും ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞ് ഇന്ന് പരോളിൽ ഇറങ്ങുന്ന ദിവസം ഇങ്ങോട്ടെങ്കിലും കേറി വന്ന് എന്നെ കൊല്ലും ദൈവമേ അയാള്. പറഞ്ഞു മുഴുവിച്ചില്ല. ദേവല്ല കാലമാണ്. ഞാൻ ജയിലിൽ കിടന്ന് ചാവൂന്ന് വിചാരിച്ചല്ലേ? വീടെല്ലാം കൂടെ പൂട്ടിയിട്ട് ഇവിടെ നിന്ന് കിടക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഇവിടെ ജോലിക്ക് വന്നതാന്നേ. ഞാൻ ഇവിടുന്ന് ഓർഡറാ. എന്നാ അറിഞ്ഞോ? ഞാൻ ബേബി, റൗഡി ബേബി. റൗഡി ബേബിയോ? നീ റൗഡി? എന്നിട്ട് നിന്റെ മോന്തക്കാണല്ലോ വെട്ടിന്റെ കുത്തിന്റെ ഒക്കെ പാട് കിടക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി. എന്താ പറ്റി? ഒരു കഴിഞ്ഞ മാസം ഒരു 4-5 പേര് സ്കെച്ച് ഇട്ട് എന്നെ ഒന്ന് ചരക്കം പറക്കനെ വെട്ടിട്ട് പോയി. അപ്പൊ നിന്റെ കയ്യിൽ നിന്ന് പുളി പറിക്കാൻ പോയി. എന്റെ ആയുധങ്ങളെല്ലാം കൂടെ ഞാൻ ആയുധ പൂജയ്ക്ക് പൂജ വെച്ചിരിക്കുകയാണ്. പോടാ മണ്ടച്ചാര. അപ്പൊ അവരും പൂജ വെച്ചേക്കുമല്ലയോ? അവര് ക്രിസ്ത്യാനികളല്ലേ, അവർക്ക് പൂജ വെക്കണ്ടല്ലോ. അത് ശരി. ചുമ്മാ അല്ല വെട്ടി കിട്ടിയത്. എടാ, നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ. ഈ ഗുണ്ടാപ്പടി നിർത്തിയിട്ട് നിനക്ക് വല്ല ജോലി ചെയ്ത് ജീവിച്ചു കൂടായോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാൻ ഗുണ്ടയാണ്. ഗുണ്ട ജോലിക്ക് പോകാൻ പാടില്ല. നമുക്ക് വിരട്ടിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ജോലി വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. അയ്യോടാ, എന്റെ സാർ ഇയാൾ ഒരു പണിക്കും വേലക്കും പോവില്ലെന്നേ. ഈ എന്നിട്ട് ഈ കഷ്ടപ്പെടുത്തല. സാറിന്
അറിയോ? ഇയാൾ ഒരു കോഴീനെ വാങ്ങി വളർത്താൻ ആ കോഴി ചത്തുപോയെന്ന് പറഞ്ഞിട്ടേ നാട്ടുകാരുടെ മുമ്പിലിട്ട് എന്നെ തല്ലിയത്. എന്റെ കോഴി നീ ഒരു ഗുണ്ടയാന്നോടാ, ഒരു ഗുണ്ടയാന്നോ? ഇത്ര ധൈര്യമില്ലല്ലോ. എടാ ഒരു കോഴി ചത്തെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നില വിളിക്കുക. എടാ നിനക്കറിയോ എനിക്ക് എത്ര പ്രായമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. എടാ എന്റെ അച്ഛൻ ചത്തിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. നിങ്ങൾ അച്ഛൻ മുട്ടയിടുവോ? എന്റെ ഡെയിലി മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴിയാണ് ചത്തത്. ഒരു നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് 10 രൂപ വിലയുണ്ട്. എനിക്കതിന് വിഷമം കാണും, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എടി ഞാൻ വന്നൊരു കാര്യം പറയാം, എനിക്കിപ്പം 50,000 രൂപ കിട്ടണം. സാറേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരുത്തിനെ വെട്ടി. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവരെന്റെ ചോദിക്കുന്നത് 50,000 രൂപയാണ്. ആ പൈസ കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. അല്ല പൈസ പോലെ നീ പൈസ കൊടു. ഞാൻ എവിടെ നിന്ന് തരാനാ? നീ 50,000 രൂപ എനിക്ക് എന്റെ കയ്യിൽ കാശില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒരു 10 വർഷം ഇവിടെ താമസിക്കുന്നതിന് അഡ്വാൻസ് വാങ്ങിക്കും. 10 വർഷോ? നീ ഇനി അങ്ങോട്ട് വീട്ടിലൊന്നും വരണ്ട, ഞാൻ അവിടെ ഒട്ടിക്ക് താമസിച്ചോളാം. നീ പൈസ മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. പൈസ ഞാനല്ലല്ലോ വീടിന്റെ ഓണർ. പിന്നെ തല്ലിയിട്ട് കാര്യമില്ല. നീ തരൂല, എനിക്കറിയാൻ വേണ്ടി നീ തരൂലെന്ന്. പക്ഷേ നിന്റെ കള്ളക്കാമുകൻ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ നീ കാശ് കൊടുക്കുമായിരുന്നല്ലോ. നിന്റെ മറന്നുപോയാ കല്യാണത്തിന്റെ ആദ്യ രാത്രി ഞാൻ പിടിച്ചതല്ലേ ഇവിടെ? ഓർമ്മയുണ്ടോ നിനക്ക്? നിന്റെ മറ്റേ വലിയ പെട്ടി തുറന്നപ്പോ അതിൽ നിന്ന് കിട്ടിയത് നിന്റെ കാമുകൻ നിനക്കയച്ച കത്തുകൾ, നീ അങ്ങോട്ട് അയച്ച കത്തുകൾ. അവനെ എന്റെ കൈ കിട്ടിയ ഞാൻ കൊല്ലും. നിനക്ക് എനിക്ക് തരാൻ പൈസ ഇല്ല അല്ലേ? അവൻ വരും, അവനെ ഞാൻ വെട്ടിയറിഞ്ഞ് തോരമിക്കും. അവന്റെ രൂപം എന്റെ മനസ്സിലുണ്ട്. ഒരു കറുത്തൊരു രൂപം, ഒരു ഇച്ചിരി പൊക്കമുള്ളൊരു ശരീരം, ഒരു കണ്ണ് പകുതി അടഞ്ഞൊരു രൂപം. അവനെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ കാക്കയൊക്കെ ചവിട്ടി പിടിച്ചോണ്ടിരിക്കുന്നത് ഇതാരോ പറഞ്ഞോട്. ആരാണ് ഇത്? എന്റെ കെട്ടിയോനാ. ഓർമ്മയുണ്ടോടെ എന്നെ? ഓർമ്മയുണ്ടോടാ? എന്റെ പൊണ്ണു സുഹൃത്തെ, നിങ്ങൾ ഇവിടെ കിടന്ന് ഒറ്റപ്പാട് ബഹളം വെക്കരുത്. ഞാൻ ജയിലിൽ പോയതുകൊണ്ട് വീണ്ടും കൂടെ കൊണ്ട് നിർത്തിയില്ലേ ഇവിടെ? പോക്കറ്റിനെ പിടിച്ചു പറയില്ല. ഞാൻ ആ കൊച്ചിനെ ഞാൻ വിളിച്ചതല്ല. നീ വിളിച്ചുകൊണ്ട് വന്നത് തന്നെ. എന്റെ പൊന്നു ചേട്ടാ, ദൈവത്തെ ഓർത്തുണ്ട് മിണ്ടാതിരിക്കും. എന്റെ പെണ്ണുപിള്ള അങ്ങനെ കേട്ട് ഇവിടെ ഇല്ലാത്ത വിഷയം ഉണ്ടാവുമല്ലോ ചേട്ടോ. ഭാര്യകത്തുണ്ടല്ലേ ചേച്ചി? ഞാൻ അവരോട് കാര്യം പറയും. നീ എന്റെ കുടുംബം നശിപ്പിച്ച സ്ഥിതിക്ക് നിന്റെ കുടുംബവും ഞാൻ നശിപ്പിക്കും. എന്താ വേണം ബഹളം? 10 വർഷത്തെ കണക്കും പറഞ്ഞോണ്ട് അടിയോട്ടാക്കുമോ? എന്റെ ദൈവത്തെ ചേട്ടൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തോർത്ത് ഇവിടെ കിടന്ന് ഒറ്റപ്പാടും ബഹളം വെക്കരുത്. ചേട്ടൻ എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ അറിഞ്ഞു ഞാനത് തരാം. എന്നിട്ട് ചേട്ടൻ വീട്ടിൽ പോകും. ഞാനിപ്പോ തന്നെ വരട്ടെ. ഞാൻ ബാഗൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ ഞാൻ പോവാണ്. നീ എന്ത് ചോദിച്ചാലും തരുമല്ലോ പറഞ്ഞു. തരുമോ? എനിക്ക് 50,000 രൂപ വേണം. 50,000 രൂപ അല്ലെങ്കിൽ എനിക്ക് വീണ്ടും 6 മാസം കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. 50,000 രൂപ തരണം. 50,000 രൂപ തരാൻ പറ്റുമോ? 2,000 രൂപ വണ്ടിക്കൂലിക്ക് ഇറങ്ങി പോകോ. നീ താ പൈസ. എന്റെ ചേട്ടൻ നിങ്ങൾ പെട്ടെന്ന് 50,000 രൂപ എന്ന് പറഞ്ഞ് ഞാൻ അല്ല, നീ പൈസ തരാതെ ഞാൻ ഈ വീട് വിട്ട് പോകുന്ന പ്രശ്നമേ അല്ല. ഇത് ഒടിഞ്ഞ് വീട് കൂടെ ചേട്ടാ. ഞാനൊന്ന് പറയുന്നേ കേട്ടോ. പിന്നെ വീട്ടുകാർ അറിഞ്ഞ വിഷയം കേട്ടോ. അതുകൊണ്ട് ചേട്ടാ ഞാൻ പറയുന്നത്. അയ്യോ അയ്യോ തിരിച്ചു വരുമോ? ഞാൻ കുഴപ്പമില്ല, ഞാൻ കമത്തിട്ടോളാം. ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോ? അത് ശരി. എന്റെ ഭാര്യ മാത്രമല്ല, നിനക്ക് വേറെ കണക്ഷൻ ഉണ്ടല്ലോ. അയ്യോ എന്റെ പൊന്നു ദൈവമേ, ഏത് നേരത്താണ് നിങ്ങളൊന്നും മിണ്ടായിരിക്കാൻ ചോദിക്കട്ടെ. എന്റെ പൊന്നു ചേച്ചി, എന്നെ പ്രശ്നം എന്നാ? താൻ ഏത് ഡോക്ടറാടോ? താൻ എവിടുത്തെ ഡോക്ടറാടോ? തനിക്ക് ആരോടോ ലൈസൻസ് തന്നത്? താനേ എന്റെ ഡാഷ് കുരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ തന്ന മരുന്നാ. ഈ മരുന്നിന്റെ പകുതി കുടിച്ച് എന്റെ ഡാഷ് ചത്തുപോയടോ. ഹലോ, നിങ്ങൾ ഈ ഡാഷ് എന്ന് പറയാതെ ആളുടെ പേര് പറയൂ. എന്റെ ഡാഷ് അതല്ല ചോദിച്ചത്. നമ്മൾ ഈ സ്കൂളിലൊക്കെ ഡാഷ് ഇട്ടാൽ നമ്മൾ പൂരിപ്പിക്കാൻ വേണ്ടി വേറെ സ്ഥലമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഡാഷ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഡാഷ് എന്താണ്? എന്റെ പൊന്നു ഡാഷ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ഗുരുജിക്ക് മനസ്സിലായില്ല. 3 ഓപ്ഷൻ ഞാൻ തരാം. ഫോൺ എ ഫ്രണ്ട്, 50-50, ഓഡിയൻസ് പോൾ. ഓഡിയൻസിനോട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ കൂടെ വരാം, എനിക്ക് താല്പര്യമുണ്ടോ? ചന്ദ്രക്കല പുറത്ത് മീശുള്ളവനെ ഡാഷ് എന്ന് പറഞ്ഞ ഒരു പട്ടിയുടെ പേരാണ്. പട്ടിക്ക് പിന്നെ ഡാഷ് സുരേഷ് എന്ന കുമാരന്റെ പേരിട്ടാ പോരെ? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഡാഷ് ഞാൻ പൊന്നു പോലെ സാറേ വളർത്തിയിരുന്നത്. എന്റെ ഡാഷേ ഈ മരുന്ന് കുടിച്ചതിന് കുറച്ച് സമയം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു സാറേ. അതുപോട്ടെ, നിന്റെ ഈ ഡാഷ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോകേണ്ട കാര്യം എന്തായിരുന്നു? അതെന്ന് പറഞ്ഞ ഒരു അത്യാവശ്യ സന്ദർഭത്തിലായിരുന്നു.
സുഖമില്ലാതായി. സാറേ സാർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്റെ ഡാഷിനെ ഞാൻ പൊന്നു പോലെ വളർത്തിയിരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 ഗ്ലാസ് പാല്, 2 മുട്ട, ഉച്ചയ്ക്ക് ബിരിയാണി, രാത്രി കിടക്കണതിന് മുമ്പ് ഹോർലിക്സ് ഇട്ട് കലക്കിയ പാല്. ഇത്ര നിങ്ങളെ പട്ടിക നിങ്ങൾ കൊടുക്കുമായിരുന്നു? ഇതിന്റെ പാതി എന്നെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ചുമ്മാ അതും ഇതും അല്ലാതെ വാരി കൊടുത്ത് പട്ടി അത്തേര് ഇനി എന്റെ മരുന്നിനെ കുറ്റം പറയുന്നോ? അയ്യടാ, അതും ഇതൊന്നും ഞാൻ എന്റെ പട്ടിക്ക് വാരി കൊടുത്തിട്ടില്ല. തനിക്കറിയാമോ, എന്റെ കുട്ടിയെ ഊട്ടിയിലും പട്ടിയെ വീട്ടിലാണ് ഞാൻ വളർത്തിയിരുന്നത്. അറിയാമോ, എന്റെ ഭർത്താവിനെ പോലും ഞാൻ ഇത്രയും പൊന്നു പോലെ നോക്കിയിരുന്നില്ല. നിങ്ങൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ തന്ന മരുന്നിനകത്ത് വിഷമില്ല, വിഷമില്ല, വിഷമില്ല. അഥവാ നിങ്ങൾ അതിനകത്ത് വിഷമുണ്ടെന്ന് തെളിയിക്കുവാണെങ്കിൽ ഞാൻ എന്റെ ജോലിയൊക്കെ രാജിവെക്കും. താൻ രാജിവെച്ചിട്ട് എനിക്ക് എന്താണോ നേട്ടം? എനിക്ക് വേറെ ഒന്നും അറിയണ്ട. എന്റെ ഡാഷ് ചത്തതിന് നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ താൻ എനിക്ക് തന്നേ പറ്റും. ഞാൻ തന്ന മരുന്നിനകത്ത് വിഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷം 2 ലക്ഷം രൂപ തരും. അതൊന്നാ പരിപാടിയാടാ. ഞാൻ നിന്റെ അടുത്ത് 50,000 കാല് പിടിക്കുന്ന ചോദ്യത്തിൽ നീ പൈസ നീ അപ്പൊ 2 ലക്ഷം രൂപ ചുമ്മാ കൊടുക്കാൻ പോണം. എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഞാൻ എന്റെ ജീവിതം, എനിക്ക് എന്റെ പണം വേണ്ടേ? നിങ്ങളെ പണം തരാൻ ഞാൻ ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം. 6 മാസം ജയിലിലാവുമെന്ന്. ഓ എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങളൊന്ന് ഇരിക്കണമേ അവിടെ. ഞാൻ ഗുണ്ടൻ. ഞാൻ ചേച്ചി സത്യമായിട്ട് ഞാൻ എന്റെ തന്നതിനകത്ത് വിഷമില്ല, വിഷമില്ല, വിഷമില്ല. വിഷമുണ്ട്. കൂട്ടുകാരൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. നിനക്കിപ്പോ മനുഷ്യനല്ലേ അബദ്ധം പറ്റും. നീ ആ കൊടുത്ത മരുന്നിനകത്ത് വിഷം ഉണ്ടോ? എന്റെ പൊന്നു ഗുണ്ടച്ചേട്ടാ, അതിനകത്ത് വിഷമില്ലെന്ന്. വിഷം ഉണ്ടെങ്കിൽ പ്രശ്നം, നീ ജയിലാവും. ജയിലിൽ പാടി സിനിമയിലൊക്കെ കാണുന്നതൊക്കെ ഇടിയൊക്കെ എവിടെ കൂടെ വരുമോ? ഇത് കാണുന്നത് ഫുള്ള് മസിലല്ല, നീരാണ്. ഞാനൊരു പോലീസുകാരന്മാർ ഇടിച്ച് നീരാക്കിയതാണ്. നിനക്ക് അത്യാവശ്യം വീതിയുണ്ട്, നീ വാങ്ങിക്കിടി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ജയിലിൽ പൊന്നുപോലെ നീ പോകരുത്. ഞാനൊരു കാര്യം പറയട്ടെ, അവർ എവിടെ വേണേലും കൊണ്ട് കേസ് കൊടുക്കട്ടെ, ഏത് കോടതി വേണം കൊണ്ട് ഒരു കേസ് കൊടുത്തോട്ടെ. പക്ഷെ ഞാൻ കൊടുത്ത മരുന്നിനകത്ത് വിഷമില്ല. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ കോടതിയുടെ പുറകെ പോയി ഒരുപാട് സമയം പോലെ ഇത് വിഷമില്ലാന്ന് തെളിയിച്ചാൽ മതി. വിഷമില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് നിനക്ക് 1 ലക്ഷം രൂപ വരുമല്ലോ. അതിനകത്തുനിന്ന് 50,000 രൂപ എനിക്ക് തരൂ. കൊണ്ടുപോക്കോ. അത്രേ ഉള്ളു. ഇത് മേടിക്കുന്ന നീ ഇവിടെ വന്നേക്കാം. ഇനി ഇത് കല്യാണത്തിന് നീ ഇങ്ങോട്ട് വാ. എക്സ്ക്യൂസ് മീ, ആരാ മനസ്സിലായല്ലോ? ഞാനിവിടെ ഭർത്താവ്. നിന്നെ സ്വന്തം ഭാര്യ നിനക്കർത്താൻ പഠിക്കണം. എടാ പാവപ്പെട്ട ഈ മനുഷ്യനെ കള്ളക്കേസ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് നിന്റെ ഭാര്യ. എന്താ പ്രശ്നം? ഒരു മരുന്നും കൊണ്ടുവന്നിട്ട് എന്റെ ഈ പാവപ്പെട്ട മനുഷ്യൻ അതിനകത്ത് വിഷം ചേർത്തെന്ന് പറഞ്ഞ് കള്ളക്കഥയും കൊണ്ടുവന്നിരിക്കുന്നു. ഏത് മരുന്നടി? എന്റെ പട്ടിക്കെന്നെ കൊടുത്ത മരുന്നെന്നും പറഞ്ഞിട്ട് ദൈവം ഒറ്റ കീറിയാൻ വെച്ചേരും. ഈ കാര്യത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അതാണ് മാത്രമല്ല, നീ മിണ്ടണ്ട. ഡോക്ടർ തന്ന മരുന്നിൽ വിഷവും ഇല്ല. ഈ മരുന്ന് കുടിച്ചിട്ട് എന്റെ ഡാഷ് എങ്ങനെ ചത്തു? നിന്റെ ഡാഷ് ഒറ്റ കീറി വെച്ചു. നിങ്ങൾ കഥ കേൾപ്പോ എനിക്ക് 2 മക്കളാണ്. ഈ 2 മക്കളെ നോക്കത്തില്ല, ഇവൾ എന്നെ നോക്കത്തില്ല. ഇവക്ക് എപ്പോഴും പട്ടി എന്നുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സ് നൊന്ത് നെഞ്ച് കീറി ആ നാശത്തിനെ കൊല്ലാൻ വേണ്ടി ആ മരുന്നിൽ ഞാനാണ് വിഷം കയറ്റിയത്. ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ല. എന്നെയും പിള്ളേരെ നോക്കാത്തോണ്ട് ഡോക്ടർ തന്ന മരുന്നിൽ ഞാൻ മനസ്സ് നൊന്ത് ഞാനാണ് നല്ല വിഷം കയറ്റി വെച്ചത്. എടാ ഡാഷ്